അറിയത്തില്ല. നമ്മളേതായാലും ഈ ക്യൂവില് ഗുരുവായൂർ അമ്പലത്തിന് ഓർക്കുന്ന പോലെ പേര് നമ്മൾ പോവാ. എനിക്ക് തോന്നുന്നത് ഇത് ചുമ്മാ ഈ ക്യൂവിനകത്തൂടെ എല്ലാം കയറ്റി ഇറക്കി നടത്തി അങ്ങ് വിടുവാന്ന്. ഇനി ഞാൻ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ നടക്കുന്നത്. കണ്ട മിക്കി മൗസ് പോലെ തന്നെയുണ്ട്. ഹലോ, ഇന്ന് നമ്മൾ പാരീസിലുള്ള ഡിസ്നി ലാൻഡിലോട്ടാണ് പോകുന്നത്. 1 ഡേ കംപ്ലീറ്റ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു തോന്നുന്നു. റോഡൊക്കെ നനഞ്ഞു കിടക്കുവാണ്. ഇന്ന് വലിയ മഴയോ കാറ്റോ ഒന്നുമില്ല. കാറ്റ് ചെറുതായിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ലെങ്കിലും തണുപ്പുണ്ട്. ഡിസ്നി ലാൻഡിന്റെ സ്റ്റോപ്പിലിറങ്ങി ഇപ്പം നടക്കുവാണ് അങ്ങോട്ടേക്ക്. ഇവിടുന്ന് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈഡ് നോക്കുന്നുണ്ട്. ഇവിടെ നമ്മളപ്പം ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങണം. ഞങ്ങൾ ഇന്നത്തെ ഗൈഡ് ഞങ്ങളുടെ കൊച്ചു പിള്ളേരാണ്. അപ്പം ആ കൊച്ചു പിള്ളേരെല്ലാവരും ഡിസ്നി ലാൻഡിലോട്ടായിരിക്കുമല്ലോ പോകുന്നത്. സോ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യുവാണ്. അപ്പം ഞങ്ങൾ ഇനി ടിക്കറ്റൊക്കെ വാലിഡേറ്റ് ചെയ്ത് ഡിസ്നി ലാൻഡിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് ബാക്കി കാണാം. അമ്മയ്ക്ക് കാർഡൊക്കെയാണോ? അച്ഛനോ? ഓ അടിപൊളി. ഞങ്ങൾക്ക് മാത്രം ഫോണിലാണ്. ഇതാണ് ഞങ്ങൾ വാലിഡേറ്റ് ചെയ്യുന്നത്. ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ പണി തന്നെയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ടിക്കറ്റൊക്കെ വാലിഡേറ്റ് ചെയ്തു. ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുവാണ്. ഇറങ്ങുമ്പോഴേ നമുക്ക് കാണാം ഡിസ്നി ലാൻഡ് പാരീസ്. അവിടെ ഒരു വലിയ ക്യൂ ആണെന്ന് തോന്നുന്നു അകത്തേക്ക് കയറാൻ. അമ്മ കണ്ട മിക്കി മൗസ് പോലെ തന്നെയുണ്ട്. കൊച്ചു പിള്ളേരെ ഇവിടെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരും കൊണ്ടുവന്ന്. നമ്മളെ കുട്ടികളാ. അതെ. അപ്പൊ നമുക്കിവിടെ ഞങ്ങൾ 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അകത്തേക്ക് പോവാം. നമ്മളങ്ങനെ ഡിസ്നി ലാൻഡിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ ഉണ്ട്. സോ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറും. ഇപ്പം നമ്മുടെ ബാഗ് എല്ലാവരും ഊരിയോ? വാച്ചൊന്നും ഊരണ്ട. സോ നമ്മൾ ബാഗൊക്കെ ഇവിടെ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് വെക്കണം. ഇവിടെ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തേക്ക് പോകണം. അതെ, നന്നായി. ഈ ടിക്കറ്റ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തായിരുന്നു അല്ലേ? എത്രയാണ് ടിക്കറ്റിന്റെ റേറ്റ്? ആ റേഞ്ച് അല്ലേ? 590, 600.
കുറേ ഷോപ്പുകളും ഒക്കെ ഉണ്ട്. നമുക്ക് കയറി കാണാം എന്തൊക്കെയാണ്. ഇതിനകത്തെ ഒരു സ്റ്റോറാണ്. ഇതെല്ലാം കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡോളും അതേപോലെ സ്പൈഡർമാൻ്റെയും പിന്നെ ബാറ്റ്മാൻ്റെ അവഞ്ചേഴ്സിൻ്റെയും ഒക്കെ കോസ്റ്റ്യൂംസും ഒക്കെയാണ് ഉള്ളത്. ഓ ഇതൊക്കെ കാണുമ്പോൾ മുഴുവൻ എടുക്കാൻ തോന്നും. എന്ത് രസമാണെന്നുണ്ടോ. അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റോറിൽ നിന്ന് സ്റ്റാർ വാർസിലെ യോഡേഴ്സ്, നമ്മുടെ എല്ലാ ഫേവറേറ്റ് മിക്കി മൗസും പിന്നെ ഇവോയും വാങ്ങിച്ചു. ഇനി ഞാൻ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ നടക്കുന്നത്. അമ്മയ്ക്ക് ഞാൻ ഇടയ്ക്ക് കൊടുക്കും. അമ്മയ്ക്ക് ഇത് വേണ്ടെന്നോ ഞാൻ ചോദിച്ചായിരുന്നു. അച്ഛനും ഇടയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം. മിക്കി മൗസ് അമ്മയ്ക്ക് തരാം കേട്ടോ ഇടയ്ക്ക്. നമ്മളിനി സ്റ്റുഡിയോ തിയേറ്ററിലേക്ക് പോവാണ്. സോ നമ്മുടെ സ്റ്റുഡിയോ തിയേറ്ററിൽ ആനിമേഷൻ ഷോ ക്ലോസ് ചെയ്തു. ഇനി ഇത് 12 മണിക്കാണ് അടുത്ത സ്ലോട്ട്. അതിന് പോകണം ഇനി. ആ സമയത്ത് ഞങ്ങൾ അടുത്ത ഷോയ്ക്ക് പോവാണ്. സ്റ്റിച്ച് ലൈഫ് പ്രോങ്കൈൻ ഷോ. എന്നാച്ചാ ആണോ? ക്യൂ വളഞ്ഞ് ക്യൂ ആണ്. സോ നമ്മൾ മാത്രമാണെന്ന് വിചാരിച്ചത്, പക്ഷെ അല്ല, വലിയ ക്യൂ ഉണ്ട്. വേഗത നീങ്ങുന്നുണ്ട് ഈ ക്യൂ. ഇതുപോലെ വലിയ തിരക്കാണ് ഞങ്ങൾ കയറിയ ഷോയ്ക്ക്. സത്യം പറഞ്ഞത് എന്താന്ന് പോലും ഞങ്ങൾ കണ്ടില്ല. എന്തോ സ്പൈഡറിന്റെ എന്തോ ആണെന്ന് പറഞ്ഞു. ഇനി അകത്ത് ചെന്ന് കഴിയുമ്പോൾ അറിയാം എന്താവുമെന്ന്. അമ്മ സ്പൈഡർമാൻ ആവും അച്ഛനും. ഓ എനിക്കിത് കണ്ടിട്ട് പേടി വരുന്നു. അറിയത്തില്ല. നമ്മളേതായാലും ഈ ക്യൂവില് ഗുരുവായൂർ അമ്പലത്തിൽ നിർത്തുന്ന പോലെ അകപ്പെട്ടു കയറി നമ്മൾ പോവാ. എനിക്ക് തോന്നുന്നു ഇത് ചുമ്മാ ഈ ക്യൂവിനകത്തൂടെ എല്ലാം കയറ്റി ഇറക്കി നടത്തി അങ്ങ് വിടുവാന്ന് തോന്നുന്നു. ഷോയൊക്കെ അകത്താണ്. എന്താവെന്ന് കാണാം നമുക്ക്. അവിടെ ചെന്ന് എത്തിപ്പെടുമ്പോൾ ചിലന്തിയെ കാണാനാണോ? ഒരു 3/4 മണിക്കൂർ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കിടക്കുന്ന ലൈനിൽ കൂടെ നമ്മൾ നടന്ന് ഫൈനലി ഇവിടെ എത്തി. ഇനി അതിൻ്റെ അകത്ത് എന്താന്നൊക്കെ നോക്കാം. നമുക്ക് അകത്ത് കയറി ഇനി എന്താന്നുള്ളത് നമുക്ക് കാണാം. et leur a donné accès à des ressources d'avant-garde pour créer aujourd'hui la technologie de demain. Comme moi, je suis une brilliant young mind here, all creating cutting-edge tech. C'est Dupliquer tout seul. se dupliquer tout seul. Parce qu'ils sont pas croyables. Petit, arrête de faire ça, c'est bon. Mais si vous êtes là, c'est pour nous aider à tester le nouveau véhicule Slinger. Grâce à son processeur, vous lancerez vos propres toiles d'araignée, comme mon pote Spider-Man. Peter, ta présentation est Spider-Man. J'active les protocoles de niveau de risque. Salut, qu'est-ce qui se passe? Vous avez un problème de racine? Je vais vous aider. Te voilà, super. Le risque a atteint le niveau danger exponentiel. Tu as peut-être besoin d'aide. Voilà. Time. And please, supervise your children. Pas de temps à perdre. Les speederbots se dirigent. ഞങ്ങൾക്ക് 3D ഗ്ലാസ് ഒക്കെ കിട്ടി. ഇനി വീണ്ടും നമ്മൾ ലൈനിലോട്ട് കയറി. എല്ലാരും അങ്ങനെ മറ്റേ അതാണ്ട് ഒരു കണ്ണാടിയുടെ പുറത്തോട്ട് അവന് ആ ചലന്തികളൊക്കെ പോകുന്നുണ്ടോ? ഇതിനൊക്കെ നമുക്ക് പിടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതുവഴി മുന്നിൽ ഇറങ്ങി ഓടി ചലന്തി.
കൂടെ പോവാണ് അങ്ങോട്ട്. നമ്മളപ്പോ ഈ 3D ഗ്ലാസ് വെച്ചിട്ട് ഈ കാണുന്നതിന് വീണ്ടും എന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന്റെ ഈ സ്പൈഡേഴ്സിനെ ഒക്കെ നമുക്കപ്പോ കേറി കാണാം. നല്ല എന്നെ കാണാം അമ്മയുടെ കണ്ണാടിയിൽ. Calibrage des lanceurs de toile. L'hiver, Spider-Man. Je suis là, chérie. Vous aurez tout. Nous sommes en route. C'est pas. Une journée. Je savais que tu serais d'accord. Un poteau. Vraiment content de vous voir. Stop slinging. Je verrouille les issues. Arrêtez le plus de votre ഇങ്ങനെ വെക്ക അച്ഛ, കൈ ഇങ്ങനെ വെക്ക, ഇങ്ങനെ 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 ഇങ്ങനെ. അപ്പൊ അതിനെ പിടിക്കാം ചെലന്തിയെ. Vous avez été fantastique. സ്കോർ ബോർഡൊക്കെ കാണാം. ഞങ്ങൾക്ക് എത്രയായിരുന്നു? 1,12,000. എല്ലാം കഴിഞ്ഞ് കച്ചവടമാ. സോ നമ്മൾ അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോ തിയേറ്ററിലോട്ട് വരുവാണ്. അങ്ങനെ ഞങ്ങൾ മ്യൂസിക്കൽ അഡ്വഞ്ചർ ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങി. അവിടെ അകത്ത് വീഡിയോസ് അലൗഡ് അല്ല. നല്ല അടിപൊളി ഷോ ആയിരുന്നു അല്ലേ അച്ഛാ? ഇഷ്ടപ്പെട്ടു? നല്ലതായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ഞങ്ങൾ അടുത്ത ഇതിലോട്ട് പോവാണ്. അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചേനെ. നമുക്ക് റിയൽ ടൈം ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പം തന്നെ നമ്മളെല്ലാവരും നന്നായിട്ട് വിശന്നു. 1 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടുത്തെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെയാണ് അടുത്ത ഷോയിലെല്ലാം പോയത്. ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണിത്. ഭയങ്കര തിരക്കാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ. മേളിലും ഒക്കെ ഇരുന്ന് കഴിക്കാം നമുക്ക്. പക്ഷേ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ നല്ല തിരക്കാണ്. ഞങ്ങൾ പോയപ്പോഴും ഒരു ഹാഫ് ആൻ അവർ നമ്മളൊരു ക്യൂ നിന്നിട്ടാണ് നമുക്ക് അവസാനം സീറ്റ് കിട്ടിയതും ഓർഡർ ചെയ്തതും. നമ്മളങ്ങനെ ആനിമേഷൻ സെലിബ്രേഷൻ ഷോ കാണാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. L'animation, il y a tout juste 100 ans aujourd'hui. Quand on pense à tous les talentueux artistes et les merveilleux personnages qui ont contribué à la vie du studio. Sven, no carrots, but great stuff, you promise. Reindeers are better than people. Sven, don't you think that's true? Don't let the frost bite.
déjà entendu parler du petit déjeuner. Oh, Anna, what is? Oh, thank you! Sven, buddy, breakfast time! Ah, régale-toi! Ah, toi, t'as eu plus de chance que... Do you want to celebrate Elsa with us? Yes! Embrace and up. Great. Jette à droite. And we throw to the left. Et à gauche. Tourbillon! Et en l'air. Right. And left, c'est ça. Embrace! And up. Et jette à droite. Attends, Christophe. And we throw to the left! Attention. And we are round. Tourbillon! നടുക്കെല്ലാം കിട്ടിയല്ലോ. Is everybody here? Is it my sister, Elsa? No. Oh, please don't tell me he's a small monster. Dear people of Farendale, welcome. Je suis tellement... But what's happening? Est-ce que tout va toujours? Le vent qui hurle en moi ne pense plus à demain. Il est bien trop fort. ആനിമേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഞങ്ങളിവിടെ വേറെ എന്താണ് കാണാനുള്ളത് എന്ന് നോക്കുകയാണ്. പക്ഷെ ഒരു ദിവസം ഒന്നും പോരാ നമുക്കിത് കംപ്ലീറ്റ് കാണാൻ. ഇപ്പം തന്നെ ടൈം ഏകദേശം 3:30 ഈ ടൈം കൊണ്ട് നമ്മൾ കണ്ടത് എന്താ, മൂന്ന് ഷോയോളം നമ്മൾ കണ്ടു. അത്രയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം വേറെ. നമ്മളങ്ങനെ ഈ റൈഡിൽ കയറാൻ പോവാണ്. അച്ഛനും അമ്മയും ഞാനും ദീപും ഉണ്ട്. ഈ റൈഡ് കയറാൻ റെഡിയാണോ? റെഡിയാ. അച്ഛനോ? റെഡിയാണ്. ദീപു റെഡിയാണോ? എന്ത് പറ്റി ദീപു എന്നോട് മിനിങ്ങിയോ? നോക്കാം. നല്ല രസം പിള്ളേരൊക്കെ കണ്ടോ. Hello friends, I have a little stage direction for you. To make your magic carpet fly higher or lower,
You in the front row, forward or back. You in the back row. അമ്മേ ദീപു Sur une étrange planète, j'aperçois des signes de vie intelligente. അല്ല വേറെന്തോ Un petit beignet au Nutella. Un beignet au Nutella. ഇടാനുള്ള ഒറ്റ മടിക്കാ ഞാൻ പോയത്. കാര്യം നിങ്ങളോ പോകുന്നില്ല, എനിക്കൊരു പേടി. ആ നല്ല താഴോട്ട് നോക്കുമ്പോ ഉണ്ടല്ലോ എന്റെ പൊന്ന് ദീപുമോനെ വരാൻ ഞാൻ നന്നായി. അങ്ങനെ പോകത്തില്ല. കൊള്ളായിരുന്നു. വെരി ഗുഡ്. From the sky. La lune? Waouh! Tout brillera avant que la lune ne disparaisse. Je vous le promets. Good. And remember, a true magician always keeps his promises. Wow! Come back. Be our guest, our service to the test. Tie your napkin round your neck, shout and Planet and blinking into the sun. There is more to see that can never be seen. Les gars,
കാണാനും വേണ്ടിയുണ്ട്. ഒരു ദിവസം ഒന്നും അല്ല ഈ പറഞ്ഞ പാർക്കൊന്നും നമ്മൾ കണ്ടില്ല. ഇതാണ് വേൾഡ് ഓഫ് ഡിസ്നിയുടെ എൻട്രൻസ്. നമ്മളിപ്പോൾ അങ്ങോട്ട് കയറുവാണ്. അത് നല്ലതാണ്. കണ്ടോ അപ്പൂപ്പൻ പെറുക്കി പെറുക്കി എടുക്കുന്ന ഇത് കണ്ടോടിയോ, ഇത് കണ്ടോ ഭംഗിയുണ്ട്. രാത്രി ആയതുകൊണ്ട് ഇത്രയും ഭംഗിയും തോന്നുന്നു. നമ്മളെ കാറിനെടുക്കാം. ഇതുവഴി ഇതുണ്ട്, ഇങ്ങനെ റൈഡ് പോലത്തേത്. അതെ, അതെ, വെള്ളോട്ടിറങ്ങുമല്ലേ? വെള്ളോട്ടിറങ്ങുമല്ലേ? വേണ്ട.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്നി ലാൻഡിലെ ഒരു 50 to 60% ഷോസ് കാണണമെങ്കിലും അതേപോലെ റൈഡുകളിൽ കയറണമെങ്കിലും 1 ഡേ ഒന്നും പോരാ, അറ്റ്ലീസ്റ്റ് ഒരു 3 days എങ്കിലും വേണം. അപ്പോൾ ഈ ഡിസ്നി ലാൻഡിൻ്റെ അകത്ത് തന്നെ ഹോട്ടൽസ് ഉണ്ട് ഡിസ്നി ലാൻഡിൻ്റെ തന്നെ. അപ്പം അവിടെ ഈ കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവരെ ഒരു 3 days അല്ലെങ്കിൽ 4 days ഒക്കെ സ്റ്റേ ചെയ്തിട്ടാണ് ഇതേപോലത്തെ റൈഡുകളിലും പിന്നെ ഷോസിലും എല്ലാം കൊണ്ടുപോകുന്നത്. ഞങ്ങൾ രാത്രിയിൽ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയായിരുന്നു. സോ ഞങ്ങളും ഓൾ ടുഗദർ എല്ലാം നടന്നു കണ്ടു. പിന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള ഷോസ് എല്ലാം ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ സമയം മാത്രം നമുക്ക് തികഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2 days എങ്കിലും നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് കാണാമായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവരുടെ ഒരു ഡ്രീം പ്ലേസ് തന്നെയാണ് ഡിസ്നി ലാൻഡ് എന്നുള്ളത്. നിങ്ങൾക്കും ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.